നമ്മൾ കുറച്ച് നാളായിട്ട് ചിക്കൻ, ഫിഷ്, ബീഫ് അങ്ങനെ കുറച്ച് റെസിപ്പീസ് ആണല്ലോ ഇതുവരെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നമുക്കൊരു ഡക്കിൻ്റെ റെസിപ്പിയിലോട്ട് കടന്നാലോ? വെറൈറ്റി ആണോ? ആ, ഒരുപാട് വെറൈറ്റി ഒന്നുമല്ല, എന്നാലും യൂഷ്വലി നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡക്കിൻ്റെ റെസിപ്പി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഡക്കിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ദ ഇന്നെവിറ്റബിൾ വേൾഡ്. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള താറാവാണ്. ഇവിടെ നമ്മൾ 1 കിലോ താറാവ് കഴുകി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 വലിയ സവാള ഇവിടെ നൈസായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാ ചിക്കനൊക്കെ അരിയുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും. തക്കാളി വലുത് 1 എണ്ണം നീളത്തിലരിഞ്ഞത്, ഇഞ്ചി 2 വലിയ കഷ്ണം, പച്ചമുളക് വലുത് 3 എണ്ണം, വെളുത്തുള്ളി 15 അല്ലി, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, കറുവാപ്പട്ട 2 ചെറിയ കഷ്ണം, കുരുമുളക് 15 എണ്ണം, ജാതിപത്രി 1 കഷ്ണം, ഗ്രാമ്പു 3 എണ്ണം, ഏലക്ക 2 എണ്ണം, മല്ലിയില 2 ചെറിയ തണ്ട്, പുതിനയില 1 ചെറിയ തണ്ട്, കറിവേപ്പില 2 ചെറിയ തണ്ട്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, തേങ്ങയുടെ കട്ടിയുള്ള 1/4 പാൽ 1/2 കപ്പ്. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചതച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് താറാവ് ഇറച്ചി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. താറാവിന് നല്ല വേവ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിൽ ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഒരു 4 വിസിൽ വരെ കേൾക്കുന്ന രീതിയിൽ നമുക്ക് വേവിച്ച് എടുക്കണം. ഇത് നമ്മൾ താറാവ് വേവാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തെടുക്കുന്ന കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വേണം ആഡ് ചെയ്യാൻ. അങ്ങനെ 4 വിസിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താറാവ് അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ഇനി നമുക്കൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമുള്ള കടുകും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നീളത്തിൽ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയാണ്. സവാള വഴറ്റുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ സവാള ഈ ഒരു പരുവത്തിൽ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചേക്കുന്ന എല്ലാ പൊടികളും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം നമുക്ക്. അതിനുശേഷം കുറച്ചുകൂടെ വലിയൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന സ്പൈസസും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഈ സ്പൈസസുമായിട്ടൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന താറാവ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ വെള്ളം ഉൾപ്പെടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈ വെള്ളമൊക്കെ കുറച്ചുകൂടെ ഒന്ന് വറ്റി
താറാവ് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് തുറന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് സിമ്മിലിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചു കൊടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പില കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ വെറൈറ്റി താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഇത് 3 മറക്കാതെ ചെയ്യണേ. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ.